എല്ലാവർക്കും ഞങ്ങളുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് നിങ്ങൾ നോക്കിയാൽ ഇവിടെ ഒരു 3 കഷ്ണം പുട്ട് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. ഇന്ന് രാവിലെ ഉണ്ടാക്കിയപ്പം ബാക്കി വന്ന പുട്ടാണ്. ഗോതമ്പ് പുട്ടാണിത്. ഈ ഗോതമ്പ് പുട്ട് കളയാതെ നമുക്ക് പലരും ഇതുകൊണ്ട് ഉപ്പുമാവൊക്കെ ഉണ്ടാക്കാറുണ്ട്. ഇനി ഞാൻ അതിൽ നിന്ന് വ്യത്യസ്തമായൊരു വിഭവമാണ് നിങ്ങളെ ഈ പുട്ട് കൊണ്ട് കാണിക്കാൻ പോകുന്നത്. രാത്രി വൈകുന്നേരത്തെ സ്നാക്കായിട്ടൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇത് ആദ്യം ചെയ്യേണ്ടത് ഈ പുട്ട് നമ്മൾ മിക്സിയിൽ പൊടിച്ചെടുക്കണം. അപ്പോൾ ഞാൻ ആദ്യം ഇത് പൊടിച്ചെടുക്കട്ടെ. ഇനി നമ്മൾ പുട്ട് പൊടിച്ച് വെച്ചു. ഇനി ഇതിൻ്റെ ബാക്കി വേണ്ട സാധനങ്ങളാണ്. ഇത് തേങ്ങ, 2 പിടി തേങ്ങയാണിത്. ഏലക്ക പൊടിച്ചത്, കശുവണ്ടി, നെയ്യ്, പിന്നെ ശർക്കര അലിയിച്ചത്, ശർക്കര പാനിയാക്കി വെച്ചത്. ഇതിൻ്റെ അളവൊക്കെ ഞാൻ ഉണ്ടാക്കുമ്പോൾ പറഞ്ഞുതരാം, ചേർക്കുന്നതിനനുസരിച്ച് പറഞ്ഞുതരാം. നമ്മൾ പാൻ അടുപ്പിൽ വെച്ചു. പാൻ ചൂടായി കഴിഞ്ഞു. ഇതിലേക്ക് ഞാനൊരു 1.5 ടീസ്പൂൺ നെയ്യ് ചേർക്കുകയാണ്. നെയ്യ് ചൂടായി കഴിഞ്ഞു. ചൂടായ നെയ്യിലേക്ക് ഞാൻ ഇത്ര കശുവണ്ടി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഈ കശുവണ്ടി ഇതിനകത്തേക്ക് ഇട്ട് മൂപ്പിക്കാൻ പോവുകയാണ്. കശുവണ്ടി കരിയരുത്, നിറം മാറാനേ പാടുള്ളൂ. നിറം മാറിയിട്ടുണ്ട്. ഞാൻ ഇനി ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ച 2 പിടി തേങ്ങയില്ലേ, അത് ചേർക്കുകയാണ്. തേങ്ങ ഒരുവിധം പച്ചമണമൊക്കെ ഒന്ന് മാറി കഴിയുമ്പോൾ ഇതിനകത്തേക്ക് നമ്മൾ ശർക്കരപ്പാനി ഒഴിക്കുക. ഞാൻ ഈ ഗ്ലാസ്സിന് 1.5 ഗ്ലാസ് ശർക്കരപ്പാനി ഇതിലേക്ക് ഒഴിക്കുകയാണ്. ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് ഏലക്കപ്പൊടിയാണ്. നമ്മൾ സാധാരണ അവസാനമാണ് ഇടാറുള്ളത്. പക്ഷേ ഇതിലെല്ലായിടത്തും പിടിക്കാൻ വേണ്ടി ഞാൻ ഈ ശർക്കരപ്പാനിയിലേക്ക് തന്നെ ഏലക്കപ്പൊടി ചേർക്കുകയാണ്. 1 ടീസ്പൂൺ ഏലക്കപ്പൊടി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. ഫ്ലെയിം കൂട്ടി വയ്ക്കണം. ഒന്ന് തിളയ്ക്കട്ടെ. നമ്മുടെ പാനി തിളച്ചു. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ച പുട്ട് ചേർക്കണം. പൊടിച്ചു വെച്ച പുട്ട് ചേർക്കണം. ആ ശർക്കര പാനിയുടെ വെള്ളം വറ്റുന്നത് വരെ പാകത്തിന് നമുക്ക് ഇടാം. അതുകൊണ്ട് പുട്ടിനൊരു കൃത്യമായ കണക്കൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. നമ്മുടെ കയ്യിലുള്ള പുട്ട് എത്രയാണോ അതിന് പാകം നോക്കി നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് പുട്ട് ചേർക്കുക. പുട്ട് ബാക്കി വന്നാൽ പഴംകുട്ടി തിന്നോളാം. അമ്മ ഞങ്ങൾക്ക് പണ്ട് ഉണ്ടാക്കി തരുന്നൊരു സാധനമായിരുന്നു. ഞാൻ അതിനെ ഒന്ന് റീക്രിയേറ്റ് ചെയ്തപ്പോൾ ചെറിയൊരു മാറ്റമൊക്കെ വരുത്തി. അമ്മ കശുവണ്ടി ഒന്നും ഇടാറുണ്ടായിരുന്നില്ല, നെയ്യ് ചേർക്കും. കശുവണ്ടി ഒന്നും ഇടാറുണ്ടായിരുന്നില്ല. കശുവണ്ടി ഇടുന്നതാണോ റീക്രിയേഷൻ? അല്ല, അതിനകത്തൊരു മാറ്റം വരാൻ വേണ്ടി ഒന്ന് ചെയ്തതാണ്. അപ്പോൾ അതായത് ഒന്ന് മോഡേൺ ആക്കിയതാണ്, കുറച്ച് കശുവണ്ടിയൊക്കെ ചേർത്ത്. അപ്പോൾ ശരിക്കും ചെയ്യുന്ന ആൾ ഉഡായിപ്പാണെന്ന് മനസ്സിലാക്കിക്കോ. ഇത് കണ്ടുപിടിച്ച ആൾ എൻ്റെ അമ്മൂമ്മയാണ്. ഓക്കെ, ഇത് വൈകുന്നേരം ഞങ്ങൾ സ്കൂളൊക്കെ വിട്ട് വരുമ്പോൾ 4 മണിക്ക് അമ്മ ഇത് ഉണ്ടാക്കി വെച്ചേക്കും. നല്ല രസമാണ് തിന്നാൻ. ചെറിയ കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെടും. നല്ല മധുരം ഉള്ളതുകൊണ്ടേ. ശരിയാണ്, ആ ഒരു മണമൊക്കെ നല്ല പായസത്തിൻ്റെ പോലത്തെ നെയ്യിൻ്റെ മണവും ഞാൻ കഴിക്കുമ്പോൾ കശുവണ്ടിയുടെ ടേസ്റ്റൊക്കെ വരുമ്പോൾ നല്ല രസമാവും കഴിക്കാൻ. ഇത് കുറച്ചുകൂടി ഇട്ടാലും കുഴപ്പമില്ല. ഇതിന് അമ്മ ഞങ്ങൾക്ക് പറഞ്ഞു തന്ന പേരെന്തായിരുന്നു എന്നറിയോ? ഉക്കാലി. ആ, അമ്മയ്ക്ക് ഉണ്ടാക്കി കൊടുക്കുമായിരുന്നു ഈ സാധനം. ഇത് കൊല്ലം റീജിയനിലുള്ള ഒരു സ്പെഷ്യാലിറ്റി ആണോ അതോ? അതെനിക്കറിയില്ല. ഞാൻ കൊല്ലത്ത് വേറെ ആരും ഉണ്ടാക്കി ഞാനിത് കണ്ടിട്ടില്ല. അമ്മ ഉണ്ടാക്കി തരാറുണ്ടായിരുന്നു. അപ്പം അമ്മയൊക്കെ ഉണ്ടാക്കി കൊടുക്കുമായിരുന്നു എന്ന് പറഞ്ഞു. ഇതിന് ഉക്കാലി എന്നാണ് പേരെന്നും പറഞ്ഞു അമ്മ. ഇനി ഇതിൻ്റെ ഈ വെള്ളമയം ഒന്ന് മാറിക്കഴിയുമ്പോൾ നമുക്കിത് പാത്രത്തിലേക്ക് മാറ്റാം. ഇത്രയേ ഉള്ളൂ, സിമ്പിളാണ് കാര്യം. ചിലരത് പിന്നെ ക്യാരറ്റും ബീട്രൂട്ടൊക്കെ ഇട്ട്, ക്യാരറ്റും ബീൻസും ഒക്കെ ചേർത്ത് ഉപ്പുമാവ് പോലെയാക്കും. അല്ല വെറുതെ കടുക് പൊട്ടിച്ച് അതിനകത്ത് ചൂടാക്കി എടുക്കാറുണ്ട്. പക്ഷേ ഇതാകുമ്പോൾ ഒരു വെറൈറ്റി ആണല്ലോ. ഒരു ഡെസേർട്ട് പോലെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അങ്ങനെ നമ്മുടെ നോക്കിക്കേ, ശർക്കരയില്ല, വെള്ളമൊക്കെ വറ്റി. ഇതിന് ശർക്കര വെള്ളമൊന്നും ഇതിനകത്തില്ല. കണ്ടില്ലേ, ഡ്രൈ. ഇനി നമ്മളിത് വെച്ച് കഴിയുമ്പോൾ കുറച്ചുകൂടി ഒന്ന് കഴിയുമ്പം ആ നനവൊക്കെ ഒന്നുകൂടി ഒന്ന് മാറും.
എന്നിട്ട് നമുക്കിത് ഇത് നമുക്കിനി ഒന്ന് ആറാൻ വയ്ക്കാം. വേണം ഇനി നമുക്കിത് ആറാൻ വയ്ക്കാം. ഇനി നമ്മൾ പൊടിച്ചതിൽ ഇത്ര പുട്ട് ബാക്കിയുണ്ട്. ഈ ബാക്കിയുള്ള പുട്ട് കൊണ്ട് ഒരു വിഭവം കൂടി നമുക്ക് ഉണ്ടാക്കി കാണിക്കാം. അപ്പോൾ പുട്ട് പഴംകുട്ടി തിന്നാൻ വരട്ടെ ഗൈസ്. നമുക്ക് വേറൊരു സാധനം കൂടി ഉണ്ട്. അത് ചെയ്യാൻ വേണ്ടതെന്ന് വെച്ചാൽ ഇത് നമ്മുടെ നുറുക്ക് ഗോതമ്പാണ്. 1.5 ഗ്ലാസ് നുറുക്ക് ഗോതമ്പുണ്ട്. ഈ നുറുക്ക് ഗോതമ്പ് കുക്കറിൽ നന്നായിട്ട് കൂടുതൽ വെള്ളത്തിൽ വേവിച്ച് നമ്മൾ വെള്ളം ഊറ്റിയെടുക്കണം. അപ്പം ഞാനിതൊക്കെ വീഡിയോ കാണിക്കുന്നതിനുള്ള ലാഭത്തിന് വേണ്ടി ഞാൻ ആദ്യം ഇത് വേവിച്ച് വെച്ചിട്ടുണ്ട്. 1.5 ഗ്ലാസ് നുറുക്ക് ഗോതമ്പ് വേവിച്ച് വെച്ചതാണിത്. നല്ല പാകത്തിന് കിട്ടിയിട്ടുണ്ട്, വെള്ളമൊന്നുമില്ല. ഇനി ചെയ്യേണ്ടത് ഈ വേവിച്ച് വെച്ചിരിക്കുന്ന ഗോതമ്പിലേക്ക് നമ്മൾ തേങ്ങ ചേർക്കണം. ഇത് ഒരു 1.5 പിടി തേങ്ങ, ഇങ്ങനെ നമ്മൾ കൈപ്പിടിയിലെടുക്കുന്ന 1.5 പിടി തേങ്ങയുണ്ട്. ആ തേങ്ങ ഞാൻ ഇതിലേക്ക് ചേർക്കുകയാണ്. അതിനുശേഷം ഇതിനകത്തേക്ക് നമ്മൾ ഒരു നുള്ള ഉപ്പ് ചേർക്കണം. ഒരു 1/2 ടീസ്പൂൺ ഉപ്പുണ്ട്. ഉപ്പ് ഞാൻ ഇതിലേക്ക് ചേർക്കുന്നു. ഇനി ഇതിലേക്കാണ് നമ്മൾ ഈ ബാക്കി വന്ന പുട്ടില്ലേ, ഈ പുട്ട് ഇതിലേക്കിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. നമുക്കൊരു ഉരുട്ടാൻ പാകത്തിലേക്ക് കുഴച്ചെടുക്കണം. ഇതിപ്പോൾ എടുത്താൽ നമുക്ക് കയ്യിലൊട്ടും. അപ്പോൾ ഈ പുട്ട് ചേർത്തിട്ട് നമ്മളിത് കുഴച്ചെടുക്കണം. അപ്പോൾ നമുക്കത് കുഴച്ചെടുക്കാം. അപ്പം നമ്മുടെ നുറുക്ക് ഗോതമ്പും പുട്ടും കൂടിയുള്ള മിക്സ് റെഡിയായി. ഇതാ കണ്ടില്ലേ, ഇത് കണ്ടോ, ഈ പാകത്തിനായി കഴിഞ്ഞു. ഇനി ഇത് ഇത്തിരി നേരം ബാക്കി വെക്കട്ടെ, നമുക്ക് അടുത്തൊരു കടമ്പയും കൂടി കിടക്കാനുണ്ട്. നമ്മുടെ പാൻ ചൂടായി കഴിഞ്ഞു. അതിലേക്ക് ഞാനൊരു 2 ടീസ്പൂൺ നെയ്യ് ഒഴിക്കുകയാണ്. തീ കുറച്ച് വെച്ചിട്ട് ഈ ചൂടായ നെയ്യിലേക്ക് ഞാൻ ഇതൊരു ചെറിയ തേങ്ങ, 1/2 മുറി തേങ്ങയുണ്ട്, തേങ്ങ ഇതിലേക്ക് ഇടുകയാണ്. ഇനി ഇതിലേക്ക് കുറച്ച് ഏലക്ക പൊടിച്ചത് ചേർക്കുന്നു. ഇതിലേക്ക് നമ്മൾ ഒഴിക്കേണ്ടത് ശർക്കരപ്പാനിയാണ്. 1.5 ഗ്ലാസ് ശർക്കരപ്പാനി ഇതിലേക്ക് ഒഴിക്കുക. ഇതിനകത്തിട്ട് നന്നായിട്ട് വരട്ടിയെടുക്കണം. ഈ ശർക്കര വെള്ളം വറ്റണം. ഇതുവരെയൊക്കെ നമ്മൾ ആദ്യം ചെയ്ത പോലെ തന്നെ മറ്റേ മുക്കാലി ചെയ്തതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് കുറേയൊക്കെ ഇതിലും ഉണ്ട്. അപ്പോൾ ഈ രണ്ടിനും ഒരേപോലെയുള്ള ഇൻഗ്രീഡിയൻസ് ആയതുകൊണ്ടാണ് പിന്നെ ഞാൻ ഇന്ന് രണ്ടും കാണിക്കാമെന്ന് വിചാരിച്ചത്. ശർക്കര പാനി വറ്റാൻ കുറച്ച് നേരം കൂടി എടുക്കും. അപ്പോൾ നമുക്കിത് പാനി ഇതാക്കാനായിട്ടേ വേഗം ഇത് വറ്റിയെടുക്കാൻ ഒരു എളുപ്പമുണ്ട്. ഒരു കുറച്ച് ഗോതമ്പ് പൊടി ഇതിൻ്റെ മേലെ കൂടെ അങ്ങോട്ട് തൂക്കി കൊടുത്താൽ മതി. ഉണ്ടോ? അപ്പോൾ ടേസ്റ്റ് മാറില്ല? ഒരു ടേസ്റ്റിനും ഒരു കുഴപ്പമില്ല. അച്ഛൻ മണമൊക്കെ കേട്ടിട്ട് എന്താ ഇത് സാധനം എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പക്ഷെ പറയാനൊരു ഐഡിയ ഇല്ല. ഇതെന്താണിത്? അതൊക്കെ ഒരു ഐഡിയ ഉണ്ട്. ഇപ്പോൾ കാണിച്ചു തരാം. ആദ്യം പറഞ്ഞാൽ അതിൻ്റെ ആ ഒരു സസ്പെൻസ് അങ്ങ് പോവില്ലേ? അതുകൊണ്ട് ഇത് കഴിഞ്ഞിട്ട് പറഞ്ഞുതരാം. അപ്പോൾ നമ്മുടെ ശർക്കര കൂട്ട് റെഡിയായി. ഇതാണ് നമ്മളിത് ഉണ്ടാക്കാൻ തുടങ്ങാൻ പോകുന്നത്. നമ്മുടെ ബാറ്റർ റെഡിയായി. അതായത് പുട്ടും ഗോതമ്പും കൂടി, നുറുക്ക് ഗോതമ്പും കൂടി, മാവ് റെഡിയായി, തേങ്ങയും റെഡിയായി. ഇപ്പോൾ ഐഡിയ കിട്ടി കാണുമല്ലേ എന്താ ചെയ്യുന്നതെന്ന്. ഇനി നമ്മൾ ഇതിൽ നിന്ന് മാവ് ഇങ്ങനെ എടുത്ത് ഉരുളകളാക്കി എടുക്കും. ഇങ്ങനെ ഉരുട്ടിയെടുക്കും. വലിയ ഉരുളായിട്ടൊന്നും വരില്ല, എന്നാലും. എന്നിട്ടിത് പരത്തുക. നന്നായിട്ട് പരത്തിയിട്ട് ഇതിനുള്ളിലേക്ക് കൂട്ട് വയ്ക്കുക. സിമ്പിൾ. ഉള്ളൂ. അതിനുള്ള നമ്മൾ കുഴക്കട്ട ഉണ്ടാക്കൂലേ, അതുപോലെ തന്നെ ഇത് ഇതിലേക്ക് വെച്ച് ചൂടോടെ വെക്കണം എന്നൊന്നുമില്ല. അങ്ങനെയൊന്നുമില്ല. ഞാൻ സമയലാഭത്തിന് വേണ്ടിയിട്ട് വേഗം ആക്കിയേ ഉള്ളൂ. ഇങ്ങനെ നമ്മുടെ ഉരുളകളെല്ലാം റെഡിയായി കഴിഞ്ഞു. ഇനി ഇത് നമ്മൾ ആവിയിൽ വെച്ച് വേവിക്കണം.
ഇഡ്ഡലി ചെമ്പില. ഇഡ്ഡലി ചെമ്പിൽ ഒരു 15 മിനിറ്റിന് ശേഷം നമുക്ക് തുറന്ന് നോക്കാം. ഏകദേശം 15 മിനിറ്റായി. നമ്മുടെ കൊഴുക്കട്ട വെന്ത് നോക്കാം. ഇങ്ങനെ ഒരു ഫോർക്ക് എടുത്ത് വെച്ചൊന്ന് കുത്തി നോക്കിയാൽ അറിയാം. കണ്ടില്ലേ, ഇന്നത്തെ പിടിച്ചിട്ടില്ല. അപ്പോൾ അതിനർത്ഥം വെന്തു എന്നാണ്. ഇനി ഇത് നമുക്ക് പാത്രത്തിലേക്ക് മാറ്റാം. അങ്ങനെ പുട്ടുകൊണ്ടുള്ള നമ്മുടെ 2 വിഭവങ്ങൾ റെഡിയായി. ഉക്കാലി തണുത്ത് കഴിഞ്ഞപ്പോൾ നല്ല പൊടി പോലെ ആയിട്ടുണ്ട്. ഇനി അത് ആവി കയറിക്കൊണ്ടിരിക്കുകയാണ്. ആവി കയറിയിരിക്കുകയാണ്. നമുക്കതൊന്ന് മുറിച്ച് നോക്കാം അതിനുള്ളിൽ എങ്ങനെയാണെന്ന്. സാധാരണ നമ്മൾ കൊഴുക്കട്ട ഉണ്ടാക്കുന്ന പോലെ തന്നെ അകത്ത് ശർക്കരയുടെ മിക്സ് ഉണ്ട്. നല്ല മധുരമായിരിക്കും കഴിക്കാൻ. അങ്ങനെ ബാക്കി വന്ന പുട്ട്, അത് അരിയായാലും ഗോതമ്പായാലും നമുക്ക് ഇതുപോലെ 2 വ്യത്യസ്തമായിട്ടുള്ള ഡിഷുകൾ ഉണ്ടാക്കാമെന്ന് ഇപ്പോൾ പഠിച്ചില്ലേ. അപ്പോൾ എല്ലാവരും എന്തായാലും ഒന്ന് ട്രൈ ചെയ്യുക. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനലിലെ വീഡിയോസ് കാണുന്നതെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ ബാക്കിയുള്ള വീഡിയോസിൻ്റെ ലിങ്ക് എല്ലാം കൊടുത്തിട്ടുണ്ട്. എന്തായാലും ചെന്ന് കാണണം. എന്നിട്ട് അതൊക്കെ ഒന്ന് ട്രൈ ചെയ്തിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് കമൻസ് വഴി അറിയിക്കണം. So you can do. Thank you.